അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖബറിൻ്റെ ഇനങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഉദാഹരണങ്ങൾ നമ്മൾ അർത്ഥം വച്ചു. ബഹ്സാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നാമത്തെ ഇനം ഇബ്തിദാഇ എന്ന് പറയും എന്ന് നമ്മൾ പറഞ്ഞു. അതായത് കേൾക്കുന്ന ആൾ നമ്മൾ ഈ പറയുന്ന വിഷയത്തെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത ധാരണയുമില്ലാത്ത ആളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ സെൻറ്റൻസിൽ തഅക്കീദ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും അതിനാൽ അതിനെ ഇബ്തിദാഇ എന്ന് പറയും എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ ശേഷമുള്ള ബഹ്സ് ശ്രദ്ധിക്കുക. അമ്മാ ഫി ത്വായിഫത്തി സാനിയത്തി വൽ മുഖാതബു ലഹു ബിൽ ഹുക്മി ഇൽഹാമുൻ ഖലീലും യുംതസജു ബിശ്ശക്കി. അമ്മാ ഫി ത്വായിഫത്തി സാനിയത്തി, അപ്പോൾ രണ്ടാമത്തെ വിഭാഗത്തിൽ, അതായത് 3 അതുപോലെ തന്നെ 4 ഉദാഹരണങ്ങൾ. അവിടെ ഫൽ മുഖാത്തബു, അപ്പോൾ ഈ മുഖാത്തബിനുണ്ട്, ലഹു അവനിക്കുണ്ട്, ബിൽ ഹുക്മി ഈ പറയുന്ന കാര്യമായിട്ട് ഇൽമാമുൻ ഖലീലും ചെറിയൊരു ബന്ധമുണ്ട്, ചെറിയൊരു ധാരണയുണ്ട്. യംതസ്ജു ബിശ്ശഖി, പക്ഷെ ആ ധാരണ ഷക്കുമായി കൂടിക്കലർന്നിട്ടുണ്ട്. ആ പറയുന്ന വിഷയവുമായിട്ട് നമുക്ക് ചെറിയ വിവരമൊക്കെ ഉണ്ടെങ്കിലും അത് സംശയം കൂടിക്കലർന്നിട്ടുണ്ട്. മാത്രമല്ല വലഹു ആ മുഖാത്തബിനുണ്ട് തശവ്വുഫുൻ ഇലാ മഅരിഫത്തിൽ ഹഖീഖത്തി, യാഥാർത്ഥ്യം അറിയാനൊരു ആഗ്രഹവുമുണ്ട്. തശവ്വുഫ് ഇലാ മഅരിഫത്തിൻ ഹഖീഖത്തി വഫീ മിസ്ലി ആദിൽ ഹാലി. അപ്പോൾ ഇതുപോലത്തെ അവസരത്തിൽ, അതായത് നമ്മൾ പറയുന്ന വിഷയമായിട്ട് ചെറിയ എന്തൊക്കെ ഒരു വിവരങ്ങൾ അവൻ്റെ അടുത്തുണ്ട്, പക്ഷേ അവനക്ക് ആ വിഷയമായിട്ട് എന്തുണ്ട്, സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പം നല്ല സത്യം അറിയണം, അല്ലെങ്കിൽ ഹഖീഖത്തിലേക്ക് എത്തണമെന്നൊരു ചിന്തയുമുണ്ടെങ്കിൽ ഇതുപോലത്തൊരു സന്ദർഭത്തിലാണെങ്കിൽ യഹ്സുനു അവിടെ നന്നാകും അയ്യുൽഖയ ഇലൈഹിൽ ഖബറു അവനിലേക്ക് ഖബർ പറയപ്പെടൽ, അയ്യുൽഖയ ഇലൈഹിൽ ഖബറു അവനിലേക്ക് ഖബർ പറയപ്പെടൽ, വ അലൈഹി മിസ്ഹത്തു മിനൽ യഖീനി ഏതവസ്ഥയിൽ അലൈഹി അതിലുണ്ടാവണം മിസ്ഹത്തു മിനൽ യഖീനി സത്യത്തിൻ്റെ ഒരു സ്പർശനമുള്ളതായ, തജ്ലൂലുൽ അംറു അവൻക്ക് കാര്യത്തെ വെളിവാക്കി കൊടുക്കുന്ന, വ തദ്ഫഉ അൻഹു ശുബ്ഹത്തു അവൻ്റെ സംശയത്തെ നീക്കിക്കളയുന്ന ദൂരീകരിക്കുന്ന തരത്തിൽ. വലിദാലിക അതുകൊണ്ടാണ് ജാ അൽ കലാമു ഫി മിസാലി സാലിസി മൂന്നാമത്തെ ഉദാഹരണത്തിൽ കലാമു വന്നത് മുഅക്കദം ബി ഖദ് കൊണ്ട് തേക്കീതായിട്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ അവസരത്തിൽ ഒരു തേക്കീതൊക്കെ ഇട്ട് കൊടുക്കൽ നന്നാവും, കാരണം അവിടെ യഖീനിൻ്റെ മേൽ അറിയിക്കണമെങ്കിൽ ആ തേക്കീത് പറയേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് മൂന്നാമത്തെ ഉദാഹരണത്തിൽ ഖദ് കൊണ്ട് തേക്കീത് ചെയ്യപ്പെട്ടതായിട്ട് കലാമു വന്നത്. വഫിർ റാബിഇ നാലാമത്തെ ഉദാഹരണത്തിൽ മുഅക്കദം ബി ഇന്ന കൊണ്ട് തേക്കീതിടപ്പെട്ടതായിട്ടും വന്നിട്ടുണ്ട്. വയുസമ്മ ഹാദൽ ലർബ്, അപ്പോൾ ഈ ലർബിന് പേര് പറയപ്പെടും ത്വലബി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് ഈ മുഖാത്തബിന് ഈ വിഷയവുമായിട്ട് ചെറിയ അറിവുണ്ട് എങ്കിലും ആ അറിവ് സംശയം കൂടിക്കലർന്ന അറിവാണ്. അപ്പം എനിക്ക് സത്യം ഏതാണെന്ന് അറിയണം എന്നുണ്ട് എങ്കിൽ അവനക്ക് ആ ഹഖീഖത്ത് അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തരത്തിൽ പറയൽ നിർബന്ധമാണ്, നന്നാവും. അതുകൊണ്ട് ഒരു തൈക്കീതൊക്കെ അവിടെ കൊടുക്കാം. ഈ ഇനത്തിൻ്റെ പേര് ത്വലബി എന്നാണ് ഈ ഇനത്തിൻ്റെ പേര്. ഓക്കെ. ഇനി അമ്മാ ഫി ത്വായിഫത്തിൽ അഖീറത്തി, എന്നാൽ അവസാനത്തെ 5, 6, 7 ഉദാഹരണങ്ങളൊക്കെ ഫൽ മുഖാത്തബു അവിടെ ഈ മുഖാത്തബ് മുൻകിറുൻ ലിൽ ഹുക്മി ഈ പറയുന്ന കാര്യത്തെ നിഷേധിക്കുന്നവനാണ്, ജാഹിദുല്ലഹു അതിനെ നിഷേധിക്കുന്നവൻ തന്നെയാണ്. അല്ല, നമ്മൾ മുമ്പ് തർക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു വഫീ മിസ്ലി ഹാദൽ ആലി. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭത്തിൽ, അതായത് നമ്മൾ പറയാൻ പോണ കാര്യത്തെ നിഷേധിക്കും അവൻ, അങ്ങനത്തെ ഒരു അവസരത്തിൽ യജിബു അവിടെ നിർബന്ധമാണ് അയുളമ്മനൽ കലാമു മിൻ വസാഇലി തഖ്വിയതി തൗക്കീദി അവിടെ നിർബന്ധമാവുന്നത് അയുളമ്മന ഉൾക്കൊള്ളിക്കൽ അൽ കലാം ഉൾക്കൊണ്ടിരിക്കൽ മിൻ വസാഇലി തഖ്വിയതി ശക്തിപ്പെടുത്തുന്നതായിരിക്കുന്ന മാർഗങ്ങൾ, തൗക്കീദിൻ്റെയും ശക്തിപ്പെടുത്തുന്ന തഖ്വിയത്തിൻ്റെയും ഒക്കെ മാധ്യമങ്ങൾ അവിടെ കൊണ്ടുവരൽ നിർബന്ധമാണ്.
ഏതിനക്ക് മായത് ഫോ ഇൻകാരൽ മുഖാത്തബി ഈ മുഖാത്തബിൻ്റെ ഈ നിഷേധത്തെ തടയുന്ന തരത്തിലുള്ള വയദുഇല തസ്ലീമി അവനെ യഥാർത്ഥത്തിലേക്ക് നേരായ ഒരു വഴിയിലേക്ക് ക്ഷണിക്കുന്ന തരത്തിലുള്ള തൈക്കീതുകൾ കൊടുക്കൽ നിർബന്ധമാണ്. വയജിബു നിർബന്ധമാവും അയക്കുന ദാലിക ആ ഈ തൈക്കീദിൻ്റെ സംഗതികൾ കൊടുക്കൽ അത് നിർബന്ധമാണ്. ബി ഖദ്രിൽ ഇൻകാരി കവി കുവ്വത്ത് മലോഫൻ ഓൻ്റെ നിഷേധത്തിൻ്റെ കണക്ക് അനുസരിച്ചിട്ടാണ്. ചെറിയ നിഷേധമാണെങ്കിൽ 1-2 തൈക്കീത് കൊടുത്തായി. ഭയങ്കര നിഷേധമുള്ള ആളാണെങ്കിൽ അവനക്ക് ഒരുപാട് തൈക്കീത് കൊടുക്കേണ്ടി വരും. അതാണ് നമ്മൾ പറഞ്ഞത്. അവൻ്റെ തൈക്കീദിൻ്റെ തോതനുസരിച്ചിട്ട് കുവ്വത്തൻ വലോഫൻ ആ തൈക്കീദിൻ്റെ ശക്തിയും ബലഹീനതയും അനുസരിച്ച് തൈക്കീദിൻ്റെ അടയാളങ്ങൾ വർദ്ധിപ്പിക്കണം. വലിദാലിക അതുകൊണ്ടാണ് അൽ കലാമു ഫിൽ മിസാലൈനിൽ ഖാമിസി വസ്സാദിസി അതുകൊണ്ടാണ് അവൻ്റെ നിഷേധത്തിൻ്റെ ഏറ്റക്കുറവ് കൊണ്ടാണ് എന്നർത്ഥം. കലാമും 2, 5 അതുപോലെ തന്നെ 6 എന്നീ 2 ഉദാഹരണങ്ങളിൽ കലാം വന്നത് മുഅക്കദൻ ബി മുഅക്കദൈനിലെ 2 തൈക്കീദിൻ്റെ അടയാളങ്ങളാണ്. 5-ൽ ല ഒലിമന്ന അവിടെ ലാമുണ്ട് നൂനുണ്ട് തൈക്കീദിൻ്റെ 2 എന്താണ് തൈക്കീദിൻ്റെ അടയാളങ്ങളാണ്. അതുപോലെ തന്നെ 6-ൽ ല തുബുലുവിന്ന എന്നുള്ളടത്തും ലാമും നൂനും അങ്ങനെ 2 തൈക്കീദിൻ്റെ അടയാളങ്ങൾ കൊണ്ടുവന്നു. ഹുമ അൽ ഖസ്മു അന്നൂന് തൗക്കീദാണ് ഖസ്മിൻ്റെ ലാമും തൈക്കീദിൻ്റെ നൂനും. അമ്മാ ഫിൽ മിസാലിൽ അഖീരി അതേസമയം അവസാനത്തെ 7ാമത്തെ ഉദാഹരണം ഫഖദ് ഫറള ഷാഇറു അവിടെ കവി സങ്കല്പിക്കുകയാണ് അന്നൽ ഇൻകാർ അഖ്വ അവൻ്റെ നിഷേധം വളരെ കഠിനമാണ്, അതിശക്തമായ നിഷേധമാണ് അവൻ്റെ പക്കൽ നിന്നുള്ളത് എന്ന് കവി എന്ത് ചെയ്യാണ് സങ്കല്പിക്കുകയാണ്. വലിഹാദ അതുകൊണ്ടാണ് അക്കദഹു ആ മുസന്നിഫ് അല്ലെങ്കിൽ ആ കവി അവിടെ തൈക്കീത് കൊടുത്തു ബിസലാസ്യതവാത്തിൻ 3 തൈക്കീദിൻ്റെ അടയാളങ്ങളെ കൊണ്ട്. വയ്യ 1 ഖസ്മൻ വല്ലാഹി എന്ന ഖസ്മിൻ്റെ വാക്കാണ്. പിന്നെ ഇന്നി എന്നുള്ള ഇന്ന തൈക്കീദിൻ്റെ ഇന്നയാണ്. പിന്നെ ല അഹു എന്നുള്ളിടത്തുള്ള ലാമും. ഇങ്ങനെ 3 തൈക്കീത് കൊടുത്തു. ഒയുസമ്മു ഇൻകാരിയൻ ഈ ഇനത്തിൻ്റെ പേര് ഇൻകാരി എന്ന ഒക്കെ മുഖാത്തബിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പം മുഖാത്തബ് ഒരു വിവരമില്ലാത്ത ആളാണെങ്കിൽ അവനക്ക് തൈക്കീതൊന്നും ഇടാതെയാണ് തൈക്കീതൊന്നും ഇല്ലാതെയാണ് അവിടെ കലാം പറയേണ്ടത്, ഖബർ പറയേണ്ടത്. അപ്പം അതിന് ഇബ്തിദാഇ എന്ന് പറയും. ഇനി മുഖാത്തബ് ഈ പറയുന്ന വിഷയമായിട്ട് അറിവൊക്കെ ഉണ്ട്, പക്ഷേ അവൻ്റെ അറിവ് ചില സംശയങ്ങൾ കൂടി കലർന്നതാണെങ്കിൽ അവിടെ അവനക്ക് ആ ഒരു യഖീനിലേക്ക് എത്തിക്കാനുള്ള ഒരു തൈക്കീതൊക്കെ കൊടുക്കാം. അപ്പോൾ അതിന് തൊലബി എന്നാണ് പേര്. ഇനി 3ാമത്തെ അടുത്ത് ഈ മുഖാത്തബ് ഈ പറയുന്ന വിഷയത്തെ നിഷേധിക്കുന്നവനാണ്, അവന് അക്സെപ്റ്റ് ചെയ്യൂല. അപ്പോൾ അവിടെ അവനക്ക് തൈക്കീത് എന്ത് ചെയ്യണം കൂടുതൽ അവൻ്റെ ഇൻകാറിനനുസരിച്ചിട്ട്. ഇൻകാർ കുറവാണെങ്കിൽ 1-2 തൈക്കീത് മതി. ഇല്ല അതിശക്തമായ ഇൻകാറുള്ള ആളാണെങ്കിൽ 3 അതിലധികം തൈക്കീത് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ അവൻ്റെ തോതനുസരിച്ച് തൈക്കീത് കൊടുക്കണം. അതിന് ഇൻകാരി എന്ന് പറയും. വലി തൗക്കീദിൽ ഖബരി അഥവാ കസീറത്തുൻ ഒരു ഖബറിന് തഅക്കീദ് കൊടുക്കാൻ ഒരുപാട് അടയാളങ്ങളുണ്ട്. സനഅത്തി ഇൻദ ദിക്രിൽ ഖവാഇദി അലാ ത്വാഇഫത്തിൻ സ്വാലിഹത്തി മിൻഹ വസനഅത്തിന് ശേഷം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇൻദ ദിക്രിൽ ഖവാഇദി ഖവാഇദ പറയുമ്പോൾ അലാ ത്വാഇഫത്തിൻ സ്വാലിഹത്തി മിൻഹ ആ തഅക്കീദിന് പറ്റിയ അടയാളങ്ങൾ ഏതൊക്കെയെന്ന് ആ ഖവായിദിൽ പറയുന്നുണ്ട്. അൽ ഖവായിദു ഖായിദകൾ ലിൽ മുഖാത്തബി സലാസു ഹാലാത്തിൻ ഒരു മുഖാത്തബിനെ സംബന്ധിച്ചിടത്തോളം 3 അവസ്ഥയിലുണ്ടാകുക. 1 അയ്യക്കൂന ഖാലിയദ്ദിഹിനി മിനൽ ഹുക്മി. 1 അയ്യക്കൂന ആ മുഖാത്തബാകും ഖാലിയദ്ദിഹിനി ഒരു അറിവുമില്ലാത്ത ആളായിരിക്കും മിനൽ ഹുക്മി ഈ പറയുന്ന വിഷയം ഈ കാര്യത്തെ തൊട്ട് ഒരറിവും ഉണ്ടാവില്ല. വഫി ആദിൽ ഹാലി ഈ ഒരു അവസരത്തിൽ യുൽഖ ഇലയിൽ ഖബറു അവൻക്ക് ഖബർ പറയേണ്ടത് ഖാലിയമ്മിൻ അഥവാ തൗക്കീദിൻ്റെ അടയാളങ്ങളിൽ നിന്നൊക്കെ ഒഴിവായിട്ട് തൗക്കീദിൻ്റെ അടയാളങ്ങളൊന്നും ഇല്ലാതെയാണ് ഖബർ പറയേണ്ടത്. ഒയുസമ്മു ഇങ്ങനെ പറയപ്പെടുന്ന ഇനത്തിന് പറയപ്പെടും മിനൽ ഖബരി ഖബറിൽപ്പെട്ട ഈ ഒരു ഇനത്തിന് പറയപ്പെടും ഇബ്തിദാഇ എന്നാണ് പറയുക. ഇനി 2ാമത്തെ അവസ്ഥ മയ്യക്കൂന ഈ മുഖാത്തബായേക്കാം മുതറദ്ദിദൻ അവൻ സംശയിക്കുന്നവനായേക്കാം ഫിൽ ഹുക്മി ഈ വിഷയത്തിൽ ത്വാലിബൻ അവൻ തന്നെ തേടുന്നവനായ അവസ്ഥയിൽ അയ്യസിലയിൽ യഖീനി ഫി മഅരിഫത്തിഹി ഈ വിഷയത്തിൽ ഉള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് തേടിക്കൊണ്ട് ആ ഒരവസ്ഥയിൽ അവന് സംശയം ഉണ്ടാവാം. എങ്കിൽ വഫിയാദിൽ ഹാലി ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ യഹ്സുനു തൗക്കീദുഹു ആ ഖബറിന് തൗക്കീദ് കൊടുക്കൽ നന്നാകും. ലി യതമക്കന മിൻ നഫ്സിഹി അവൻ്റെ
അവൻക്ക് ആ വിഷയത്തെ സൗകര്യപ്പെടാൻ വേണ്ടി, അത് മനസ്സിലാക്കൽ സൗകര്യപ്പെടാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ തേക്കീത് കൊടുക്കൽ നന്നാകും. യുസമ്മ ഹാദൽ അർബു ത്വലബിയൻ, ഈ ഇനത്തിന് ത്വലബി എന്നാണ് പേര് പറയപ്പെടുക. ഇനി മൂന്നാമത്തെ അവസ്ഥ, വഅയ്യക്കൂന, ആ മുഖാത്തബ് ആയേക്കാം മുൻകിറല്ലഹു, ഈ വിഷയത്തെ പാടെ നിഷേധിക്കുന്നവനാവും. നമ്മൾ പറയാൻ പോണ കാര്യം അവനൊരിക്കലും അക്സെപ്റ്റ് ചെയ്യൂല, അവനത് നിഷേധിക്കും. അങ്ങനെയാണെങ്കിൽ ഒഫിയാദിലെ ഹാലി, ഈ ഒരു അവസരത്തിൽ യജിബ് അയ്യു അക്കദൽ ഖബറ ബി മുഅക്കദിൻ ഔ അക്സറ, ഇവിടെ ഈ ഖബർ പറയുമ്പോൾ ആ ഖബറിന് നിർബന്ധമായും ഒരു തഅക്കീദ് കൊണ്ടോ അല്ലെങ്കിൽ അതിലധികം തഅക്കീദുകളെ കൊണ്ടോ തഅക്കീദ് ചെയ്യൽ നിർബന്ധമാണ്. അല ഹസ്ബി ഇൻകാരി, അവൻ്റെ നിഷേധത്തിനനുസരിച്ച്. ഖുവ്വത്തൻ വളഅഫൻ, നിഷേധം ശക്തിയാണെങ്കിൽ അതിനനുസരിച്ച് തഅക്കീദ് കൊടുക്കണം, വളഅഫാണെങ്കിൽ അതിനനുസരിച്ചിട്ട്. വയുസമ്മ ഹാദൽ അർബു, ഈ ഒരു ഇനത്തിന് പറയപ്പെടും ഇൻകാരിയൻ, ഇൻകാരി എന്നാണ് അതിൻ്റെ പേര്. വലി തൗക്കീദിൽ ഖബരി, ഇനി ഈ ഖബർ തഅക്കീദ് ചെയ്യുന്നതിനുണ്ട് അദവാത്തുൻ കസീറത്തുൻ, ഒരുപാട് സാധനങ്ങൾ നമുക്ക് തഅക്കീദിന് ആയിട്ട് കൊണ്ടുവരാം. മിൻഹ, അതിൽപ്പെട്ടതാണ് ഇന്ന, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന, അതുപോലെ തന്നെ അന്ന, നമ്മൾ നേവൽ പഠിച്ചപ്പോൾ പറഞ്ഞു പോയതൊക്കെ തഅക്കീദിൻ്റെ അടയാളങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ വല്ല കസ്മിൻ്റെ വാക്കുകളുണ്ട്, ലാമുണ്ട്, വല്ലാഹി ഉണ്ട്, വേറെ കുറേ സാധനങ്ങളുണ്ട് അല്ലേ. കസ്മി എന്നുള്ള വാക്കിന് വരും, കസ്മി എന്നെ വരും, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ യമീനി അല്ലേ, അങ്ങനെ വാക്കുകളുണ്ട്. അതൊക്കെ കസ്മിൻ്റെ വാക്കുകളൊക്കെ എന്തിനു വരും, നമ്മളെ തഅക്കീദിന് വരും. അതുപോലെ തന്നെ ലാമുൽ ഇബ്തിദായ്, ഒരു കലാമിൽ തുറക്കത്തിൽ വരുന്ന ലാമ്, അതും തഅക്കീദിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ നൂന തൗക്കീദിൻ്റെ നൂനുകളുണ്ട് ഫീൽഡപ്പം വരുന്നത്, അത്. വഹറുഫ് തംബീഹ്, തംബീഹിൻ്റെ അക്ഷരങ്ങളുണ്ട്, അത്. വൽ ഹുറൂഫ് സായിദ അക്ഷരങ്ങൾ. ഖദ് എന്ന് പറഞ്ഞ സാധനം, അതുപോലെ അമ്മ ഷർത്തിയായ അമ്മ, ഈ സാധനങ്ങളൊക്കെയാണ് എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ തൗക്കീദിൻ്റെ അടയാളങ്ങൾ. അപ്പം ഇതൊക്കെ ആ സലാമിൽ കൊണ്ടുവരണം. അപ്പം എന്താവും, ആ കലാമ്, ആ ഖബർ തൗക്കീദുള്ളതായിട്ട് മാറുന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ഈ പാഠം അവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് നല്ലവണ്ണം വായിച്ച് എന്ത് ചെയ്യുക, മനസ്സിലാക്കണം. പിന്നെ ഒരു നമൂദജ് ഉണ്ട്, ആ നമൂദജ് കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ നിങ്ങൾ വായിക്കുക. അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ ഇജാബത്തുണ്ട്. അപ്പോൾ ഓരോ ഉദാഹരണങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആ ഇജാബത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് തൊലബിയാണോ ഇബ്തിദായിയാണോ ഇൻകാരിയാണോ എന്നൊക്കെ. കാരണം എന്താണെന്നും അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ പറഞ്ഞു തരിക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.